ഒരിക്കൽ ഇബ്ലീസ് തന്നെ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, കം അഅദാഉക മിൻ ഉമ്മതി, എന്റെ ഉമ്മത്തിൽ നിന്ന് നിനക്ക് എത്ര ശത്രുക്കളാണ് ഉള്ളത്? നിന്നോട് മോർട്ടൽ എനിമീസായി നിൽക്കുന്ന കഠിന ശത്രുവായി കിടക്കുന്ന എത്ര പേരാ ഉള്ളത്? എത്ര വിഭാഗമുണ്ട്? 15 വിഭാഗമുണ്ട്. ആ 15 വിഭാഗം എന്റെ കഠിന ശത്രുക്കളാണ്. ആ 15 വിഭാഗത്തെയാണ് ഇന്ന് ജസ്റ്റ് ഒന്ന് ഗ്ലാൻസ് സെറ്റ് ചെയ്ത് ഇങ്ങനെ കണ്ണോടിച്ചു പോകാൻ വിചാരിക്കുന്നത്. ഒന്ന്, മൻഹും, ഇബ്ലീസ് ആരൊക്കെയാ? അവരാരൊക്കെയാ? ഒന്നാമത്തത് അന്ത അവ്വലുഹും, നിങ്ങൾ തന്നെയാ എന്റെ ഒന്നാമത്തെ ശത്രു. കാരണം റസൂലുള്ളാഹിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ ഏറ്റവും വലിയ മുത്തഖി, ഏറ്റവും വലിയ തഖ്വയുള്ള ഖുശൂഉള്ള ആളാണല്ലോ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചേർന്ന് നിന്നാൽ ഇബ്ലീസിന്റെ ഷർറിൽ പെടില്ല എന്ന് പറയുന്നത്. ഇബ്ലീസിന്റെ സുഹൃത്തുക്കൾ എപ്പോഴും റസൂലുള്ളാഹിന്റെ ആന്റി ആയിട്ടേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഇബ്ലീസിന്റെ ചങ്ങാതിമാരെപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എതിരായിട്ടേ ഉണ്ടാവുള്ളൂ. നോക്കിക്കോ, നബിയുടെ ജന്മദിനം ആഘോഷിക്കാൻ പാടില്ല, നബി തങ്ങളുടെ ഉപ്പിയുമ്മി നരകത്തില്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം 100 തെറ്റ് ചെയ്യുന്നു. കണ്ട, എപ്പോഴും റസൂലുള്ളാഹിന്റെ ശത്രുപാളയത്തിലാ ഇബ്ലീസിന്റെ സുഹൃത്തുക്കൾ ഉണ്ടാവുക. നിങ്ങൾ ആലോചിച്ച് നോക്കി, കാര്യമായിട്ട് അള്ളാഹു നമ്മളെ നന്നാക്കാൻ അയച്ച ആളാണ് നബിതങ്ങൾ. എന്നിട്ട് ആ നബിതങ്ങൾ ഒരു ദിവസം 100 തെറ്റ് ചെയ്യും പോലും. ഏതാ കോമഡി? നിങ്ങൾ ആലോചിച്ച് നോക്കിയ, നമ്മളെ ഈ ഓരോ ദിവസം 100 തെറ്റ് നന്നാക്കാൻ വന്നാള്, അപ്പൊ അള്ളാഹ്ക്ക് വേറെ ആരും കിട്ടിയില്ലേ? എന്തൊരു മഹാമണ്ഡത്തരായി പറയണത്. അതിന്റെ തെളിവ് പിന്നെ ബുഖാരിയും മുസ്ലിമൊന്നും തെളിവിന് പറ്റായിട്ടല്ലല്ലോ, തെളിവ് ദുർവ്യാഖ്യാനം ചെയ്യുന്നു എന്നുള്ളതാ പ്രശ്നം. ഓരോ തെളിവ് എന്താണെന്നറിയോ? ഒരു ദിവസം 100 ഇസ്തിഗ്ഫാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലാറുണ്ടോ? അതുകൊണ്ടെന്താ 100 ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീം, തെറ്റ് പുറത്തേറണമെന്നല്ലേ? അപ്പോൾ മനസ്സിലായില്ലേ 100 തെറ്റ് ചെയ്യാറുണ്ട്. എന്താ കണ്ടുപിടുത്തം! ഐൻസ്റ്റീന്റെ ഏട്ടം പുതിയ അപ്പള. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഏതാ കണ്ടുപിടുത്തം? അപ്പൊ ഒരാള് ടോയ്ലറ്റിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഉഫ്രാനക്ക് അൽഹംദുലില്ലാ, അല്ലാഹുവേ ഉഫ്രാനക്ക് നീ പുറത്തേറണം. അതിന്റെ അർത്ഥം എന്താ? ടോയ്ലറ്റിൽ നിന്ന് വാറ്റുന്നോക്ക് ഇളകി പൊരുത്തപ്പെട്ടായിരുന്നതാ. എത്താടാ പറയണത്? ഒരു ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ അതിന്റെ അർത്ഥം മുമ്പ് തെറ്റേറ്റിരുന്നതാ. അപ്പൊ ഒരാൾ നിസ്കാര ശേഷം 33 തവണ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ് വലിയവനാണ്, അതിന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരുമ്പോൾ അല്ലാഹു ചെറിയവനാണ്, അല്ലാഹു വളരെ ചെറുതാണ്, അല്ലാഹു വളരെ കുള്ളനാണ്, അങ്ങനെ പറഞ്ഞതാ അതിന്റെ അർത്ഥം. ഇതിന്റെ ഓപ്പോസിറ്റ് അർത്ഥം ഉണ്ടെന്ന് അതിന്റെ താല്പര്യം. എന്തൊരു മണ്ടത്തരായി പറയണത്! എങ്ങനെയാ ഒരു ലോജിക്ക് അനുസരിച്ച് അത് ഉണ്ടാവുക? അള്ളാഹു കാര്യമായിട്ട് ഈ ഉമ്മത്തിനെ നന്നാക്കാൻ ഒരാളെ അയക്കുക, എന്നിട്ട് ആ നേതാവ് ഇവിടെ വന്ന് തെറ്റ് ചെയ്യുക. അങ്ങനെ ഉണ്ടാവോ കൂട്ടരെ? എന്തൊരു വേദനാജനകമായ വാദങ്ങളാ! നിങ്ങൾ കണ്ടില്ലേ ഫേസ്ബുക്കുകളിലൊക്കെ കാണുന്ന വിദേഹത്തിന്റെ ചർച്ചകൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പയും ഉമ്മയും കാഫിറാണെന്നല്ലേ അവരുടെ വാദം. നമ്മുടെ ഉപ്പ കള്ളൂടിയനാന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് എത്ര വിഷമം ഉണ്ടാവും. ഇത് തൗഹീദിന്റെ പുറത്താന്നല്ലേ പറയുന്നത്. ആരെ? ആമിന ബീവിന. ആരെ ഈ ആമിന ബീവി? മുത്ത റസൂലുള്ളാഹിന്റെ ഉമ്മയല്ലേ? എത്ര മാസം ഗർഭം ചുമന്ന ഉമ്മയാ. എന്നിട്ട് ആ വിദഗ്ധക്കാരന്റെ ഒന്നിച്ച് കൂട്ടുകൂടുന്നതിൽ ഹാജിയാർക്ക് മക്കളെ കുറിച്ച് ആശങ്കയില്ല, അത് പ്രശ്നമില്ല നമുക്ക്. എന്തുകൊണ്ടാ വിദേഹത്ത് കൂണുപോലെ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നത്? ദീനീ വിദ്യാഭ്യാസം കുട്ടികൾക്ക് നൽകുന്നില്ല, അതാ പ്രശ്നം. കാണുന്നില്ലേ? ഗൾഫിലേക്ക് പോകുമ്പോൾ ചെല്ലിയ ബദർ മൗലിദ് തിരിച്ചു വരുമ്പോ ശിർക്കാവുന്നു. അതെന്തേ? കണക്റ്റഡ് ഫ്ലൈറ്റിനാണ് കുവൈത്തേക്ക് പോയത്. അബുദാബിയിലായിരുന്നു ടച്ച് ഫ്ലൈറ്റ്. അവിടുന്ന് ജിബ്രീലിനെ കണ്ടപ്പം പിന്നെ 2 മണിക്കൂർ വർത്താനം പറഞ്ഞപ്പോഴാ മൗലിദ് ശിർക്കാന്ന് മനസ്സിലാവുന്നത്. എങ്ങനെയുണ്ട്? വരുമ്പോ താടി പൊന്തി, പാൻറ്റും പൊന്തി, ഉസ്സാറുണ്ട്. അതെന്തുകൊണ്ടാ? ദീനീ വിദ്യാഭ്യാസം ഇല്ല എന്നുള്ളതാ. അതുകൊണ്ട് മക്കളെ നന്നായി ദീൻ പഠിപ്പിക്കണം. മദ്രസയിലെ 6ലും 8ലും നമ്മുടെ മക്കളുടെ ദീനീ പഠനം നിന്നു പോകരുത്. നന്നായി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയോ? ഇല്ലെങ്കിലുള്ള പ്രശ്നം, അടിസ്ഥാന പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ മരണപ്പെട്ടാൽ നമുക്ക് ദുആ ചെയ്യാൻ മക്കളുണ്ടാവൂല. അതാ പ്രശ്നം. ഒന്നാമത്തെ ശത്രുവാ
ഇബ്ലീസിന്റെ ഒന്നാമത്തെ ശത്രു ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിനെ കൂട്ടുപിടിച്ചാൽ അയാൾ ഒരിക്കലും ജീവിതത്തിൽ പരാജയപ്പെടൂല. രണ്ടാമത്തെ ശത്രു ആരാണ്? ഇബ്ലീസ് തന്നെ സ്വയം പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇമാമുൻ ആദിൽ, നീതിമാനായ ഭരണാധികാരിയാണ്. അനുയായികളോട് നീതി വേണം, മക്കളോട് നീതി വേണം, വിദ്യാർത്ഥികളോട് നീതി വേണം. എത്ര വലിയ ഇബാദത്തുള്ള ആളാണെങ്കിലും സമ്പത്തെത്തിയാൽ നീതി നഷ്ടപ്പെടുന്ന കാലത്താ നമ്മൾ ജീവിക്കുന്നത്. സമ്പത്തിന്റെ പിന്നിൽ നമ്മൾ ഒരിക്കലും പോകാൻ പാടില്ല. കഫം പുടക്ക് ഏതായാലും കീശിയില്ലല്ലോ, ഒരു ചെക്കും കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ, ഫോൺ കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ. അൽ മാലു ളില്ലുൻ സായിലുൻ, സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ തീർന്നു പോകുന്നതാ. അതിന്റെ പിന്നിൽ നമ്മുടെ കുടുംബം തെറ്റാൻ പാടില്ല. ഇമാമുൻ ആദിൽ, നീതിമാനായ ഭരണാധികാരി എന്ന് പറഞ്ഞാൽ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി എന്ന് മാത്രമല്ല, അത് വീട്ടിലുള്ള ഭരണാധികാരിയായാലും മുത്തഅല്ലിമിന്റെ മുദർരിസായാലും വിദ്യാർത്ഥികളുടെ അധ്യാപകനായാലും നീതി വേണം. നീതിമാനായ ഭരണാധികാരിയെ ഇബ്ലീസിന് വലിയ ദേഷ്യ. കാരണം അയാൾ ഒരുപാട് ഖൈറാത്തുകളുടെ തലപ്പത്ത് നിൽക്കുന്നയാളാണ്. മൂന്നാമത്തെ ആരാ ഇബ്ലീസിന്റെ ശത്രു? അത്താജിറുൽ അമീൻ, അത്താജിറു സ്വാദിഖ്, സത്യസന്ധനായ കച്ചവടക്കാരൻ. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇസ്ലാം എല്ലാവരോടും പറയുന്ന ഒരു തിയറി ഉണ്ട്. വജാഹിദു ഹഖ ജിഹാദി, അധ്വാനിക്കേണ്ടതിന്റെ പരമാവധി അധ്വാനിച്ച് സ്വർഗം വാങ്ങണം. അത് ആരോടായി കൽപ്പന? മുദർരിസിനോട്. എന്ത്? നന്നായി കിതാബ് നോക്കി മുത്താല ചെയ്ത് ശറഹ് ചെയ്ത് കൊടുക്കണം മുത്തഅല്ലിമീങ്ങൾക്ക്. ഖത്തീബിനോട് എന്ത്? അധ്വാനിച്ച് മഹല്ലിനെ നന്നാക്കി എടുക്കണം. ഖാളിയോട് നീതിപൂർവ്വം പെരുമാറണം. ഉപ്പയോട് അധ്വാനിച്ച് മക്കളെ വളർത്തണം. മുത്തഅല്ലിമിനോട് അധ്വാനിച്ച് പഠിക്കണം. ബിസിനസ്മാനോട് എന്താ അവലോട് ഈ കൽപ്പന പറയണത്? നീതിയോടെ കച്ചവടം നടത്തണം കച്ചവടക്കാരൻ. എന്നിട്ട് എവിടെ എത്തണം? അത്താജിറു സ്വദീഖ്, സത്യസന്ധനായ കച്ചവടക്കാരനാവണം. അയാൾ നാളെ അർശിന്റെ തണലിലാണ്. ഒരു ഹദീസ്, നാളെ മഹാന്മാരായ സ്വാലിഹീങ്ങൾ സുദ്ദീഖീങ്ങളോടൊപ്പം സ്വർഗത്തിലാണവർ. മറ്റൊരു ഹദീസ്, നബിമാരോടൊപ്പം സ്വാലിഹീങ്ങൾ ഒന്നിച്ച് സ്വർഗത്തിലെത്താൻ പച്ചക്കറി കച്ചവടക്കാരൻ ശ്രമിക്കണം എന്നാണ് ഈ പറയുന്നത്. അപ്പൊ കച്ചവടക്കാരൻ വിചാരിക്കണം എന്താ? ഈ ഹദീസിൽ പറഞ്ഞ താജിർ സ്വദൂഖ്, അത്താജിറുൽ അമീൻ, വിശ്വസ്തനായ കച്ചവടക്കാരൻ, മഅൻ നബീൻ വസ്സുദ്ദീഖീൻ വശുഹദാ, അവരോടൊപ്പം എത്താൻ ഞാൻ അധ്വാനിക്കണം. അതിന് വഞ്ചന കാണിക്കാൻ പാടില്ല, കളവ് പറയാൻ പാടില്ല, വിശ്വാസ വഞ്ചന ഉണ്ടാവരുത്. ഇപ്പൊ ഏതെങ്കിലും ഒരു ഓൺലൈൻ ബിസിനസിനെ കുറിച്ച് ഏതെങ്കിലും ഒരു ഔദ്യോഗികമായ തലത്തിൽ ഒരു ആലിമ് ഫത്വ കൊടുത്തു എന്ന് കരുതുക, അത് ഹറാമാണ്. അപ്പം പിന്നെ കുട്ടികൾ അതിന്റെ പേര് മാറ്റും. ഉസ്താദ് പറഞ്ഞത് ഇതിനെ കുറിച്ചാണ്, ഇത് അതല്ല, ഇത് വേറെ പേരാണ്. പേര് മാറ്റല്ല ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന്, നീ എന്താടാ കളവ് പറയുന്നത്? കളവ് പറയില്ല, ഹറാമല്ലേ? അപ്പൊ ആ കുട്ടി പറയും, ഞാൻ കളവ് പറഞ്ഞല്ല, ജസ്റ്റ് ഒരു ബഡായി വിട്ടതാണ്, അതിന്റെ പേരെന്നല്ലേ കളവ്. എന്താടാ സിനിമ ആണെന്ന് ഫോണെന്ന്? അതൊരു വീഡിയോ ക്ലിപ്പ് കണ്ടല്ലേ. 4 വീഡിയോ ക്ലിപ്പ് കൂടുമ്പോ തന്നെ ഒരു സിനിമാവില്. നീ ഇയാളുടെ പേന മോഷ്ടിച്ചോ? ഉസ്താദെ മോഷണം എന്നെല്ലാം പറയും. ഇതൊന്നും മോഷണമൊന്നുമില്ല, പിന്നെ ജസ്റ്റ് ഒന്ന് പൊക്കിയതല്ലേ. അതിന്റെ അർത്ഥം തന്നെയല്ലേ മോഷണം. ഈ പേര് മാറ്റിയ വിധി മാറുമോ? ഇല്ല. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരു കച്ചവടക്കാരനോട് അള്ള ചോദിക്കുന്ന ഒരു രീതി പറയുന്നുണ്ട്. എന്താ ചോദിക്കുന്നത്? അയാളടുത്ത് 1,00,000 കസ്റ്റമർ വന്നെന്ന് വിചാരിക്കൂ. അയാളെ 10 കൊല്ലത്തെ ബക്കാല ആ ഗ്ലോസറി നടത്തിയപ്പോ ആ 10 ലക്ഷം ആൾക്കാരുടെ ലിസ്റ്റിൽ നിന്ന് ഏതെങ്കിലും ഒരാളോട് വഞ്ചന നടത്തിയാൽ കുടുങ്ങും. ബത്തൊക്കെ എടുത്തിട്ട് ദഫ് കിട്ടുന്നത് ഉസ്താദ് ബത്തൊക്കെ വത്തക്ക ഉള്ളിലാറ്റ് എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ തിരിച്ചെടുക്കേണ്ടി വരും. വഞ്ചന പാടില്ല. ഇപ്പൊ എന്താ നമുക്ക് എന്താണ് വിശ്വാസം ഉണ്ടാവുക? ഇപ്പൊ എല്ലാരും ഹെൽപ്ലെസ് മൈൻഡാ. വിഷം കലർത്തിയിട്ടുണ്ടാവുക പറയുന്നത്. എന്താ ചെയ്യാ? പാല് വാങ്ങാണ്ടിരിക്കാൻ കഴിയോ? പച്ചക്കറി വാങ്ങാണ്ടിരിക്കാൻ കഴിയോ? ഇസ്ലാം കൃത്യം പറഞ്ഞു, മൻ ഖശന ഫലൈസ മിന്ന, വഞ്ചന കാണിച്ചവൻ നമ്മുടെ ഗ്രൂപ്പിൽ പെട്ടവനല്ല. കൃത്യമായിട്ട് പറഞ്ഞു വെച്ചു.
ഏറ്റവും വലിയ ക്യാൻസർ വൈറസ് ആയിട്ടുള്ളത് പലിശയല്ലേ? വളരെ കൃത്യമായിട്ട് ഇസ്ലാം പറഞ്ഞു, അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ, പലിശ നിഷിദ്ധമാണ്. നിങ്ങൾ എവിടെങ്കിലും ലോൺ എടുത്തിട്ട് വിജയിച്ചു എന്ന് ഒരാളെ ലിസ്റ്റ് കണ്ടിനാ, പരാജയപ്പെട്ടു എന്നല്ലേ കേൾക്കല്? ഇസ്ലാം കൃത്യമായിട്ട് പറഞ്ഞു വെച്ചു, ഇന്നമൽ ബൈഉ അൻ തറാളിൻ, പരസ്പരം രണ്ടുപേർക്കും തൃപ്തി ഉണ്ടാവുമ്പോഴാ കച്ചവടം ഉണ്ടാവുക. അപ്പൊ സത്യസന്ധനായ കച്ചവടക്കാരനാവണം, ആരെയും പറ്റിക്കരുത്. പറ്റിച്ചിട്ട് ഒരു 50 രൂപ കിട്ടിയിട്ടെന്താ വേണ്ടത്? നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു തെറ്റ് തെറ്റാണെന്ന് നമുക്കറിയാം. ആ തെറ്റ് ഇപ്പോൾ ഒഴിവാക്കുന്നതിന് ഒരു ചെറിയൊരു വിഷമമുണ്ട്. ആ വിഷമം നമ്മൾ സഹിച്ച് അള്ളാഹ്ക്ക് വേണ്ടി ആ തെറ്റ് നമ്മൾ ഒഴിവാക്കിയാൽ അതേ തെറ്റ് ഒരു നന്മയായിട്ട് അള്ളാഹു മറിച്ചു തന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ തരും. ഉറപ്പാ, ഷുവറായിട്ടോ സംഭവിക്കും. ഉദാഹരണത്തിന്, വിവാഹത്തിന് മുമ്പ് ലവ് അഫെയറിൽ കുടുങ്ങാനുള്ള എല്ലാ സാധ്യതയും ഇയാൾക്ക് കോളേജിൽ ഉണ്ടായിരുന്നു. അത്യാവശ്യം ഭംഗിയുണ്ട്, എല്ലാ അർത്ഥത്തിലും മൂപ്പര് സ്കില്ലാണ്, കഴിവുള്ള ആളാണ്. ഒരു പെണ്ണിന്റെ കണ്ണടിയിലും മിസ്സടിയിലും ഇയാൾ വീണിട്ടില്ല, പെണ്ണ് വീണിട്ടില്ല. എങ്കിൽ മോനെ, എത്ര ഭംഗിയുള്ള പെണ്ണാണോ നിന്റെ മുന്നിൽ വന്നത്, അതിന്റെ ഡബിൾ ഭംഗിയുള്ളതായിരിക്കും നിനക്ക് ഭാര്യയായിട്ട് അള്ളാഹു തരുന്നത്. തരും. പിന്നിലോടിയ സുന്ദരിയായ സലീഖന്റെ ചതിപ്രയോഗത്തിൽ പെടാതെ ജീവിച്ചപ്പോ യൂസുഫ് നബിക്ക് കിട്ടിയില്ലേ? അതേ സലീഖയെ മധുര 17 അള്ളാഹു കൊടുത്തില്ലേ? ഈ ആയത്തിന്റെ ഇതിന്റെ ചരിത്രം വിശദീകരിച്ച് മഹാന്മാര് രേഖപ്പെടുത്തുന്ന കാണാം. തന്റെ കുതിര മണിക്കൂറിൽ 100 കിലോമീറ്റർ ഓടും. ആ കുതിര അതിന് പുല്ല് കൊടുത്തപ്പോൾ, ഭക്ഷണം കൊടുത്തപ്പോൾ അതിന് മതിയാവാത്തോണ്ട് മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ ഒരു നിസ്കാരത്തിന്റെ അവ്വൽ വക്ത് മിസ്സായിപ്പോയി. അതിനൊരൊറ്റ അടി കൊടുത്തു. ഇന്റെ കാരണല്ലേ എന്ന് പറഞ്ഞിട്ട് ആ അടിയുടെ ഊക്കിൽ കുതിര അങ്ങ് ചത്തുപോയി. രാജാവായ സുലൈമാൻ നബി അലൈഹി സ്വലാമിന് ഇനി സഞ്ചരിക്കാനുള്ള വണ്ടിയില്ല, എന്ത് ചെയ്യും? അപ്പോഴാണ് അള്ളാഹു കൊടുത്തത് കാറ്റിനെ വാഹനാക്കി. കാറ്റ് എത്ര സ്പീഡുണ്ട്? 5 മിനിറ്റ് കൊണ്ട് സാൻ ഫ്രാൻസിസ്കോയിൽ എത്തണം എന്ന് പറഞ്ഞാൽ എത്തിക്കും. ബ്രിസ്ബൺ എത്തണം എന്ന് പറഞ്ഞാൽ അവിടെ എത്തും. ലിസ്ബൺ എത്തണം എന്ന് പറഞ്ഞാൽ അവിടെ എത്തും. കണ്ട, കൊടുത്തിട്ടണ്ട. അള്ളാഹുവിന് വേണ്ടി ഒരു തെറ്റ് തെറ്റാന്ന് പറഞ്ഞിട്ട് നമ്മളത് ഒഴിവാക്കി. ഒരു മുന്നിലൂടെ വരുന്ന ഒരു അന്യ പെണ്ണ് അല്ലെങ്കിൽ അന്യ പുരുഷൻ നമ്മൾ കണ്ടില്ല, നോക്കിയില്ല, അതിന്റെ പകരം അള്ളാഹു വലിയ ഇബാദത്തിന് സമർത്ഥ തരും എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കാരണം കൊണ്ടായിരിക്കും റസൂലുള്ളാഹിനെ സ്വപ്നം കാണാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ഇബാദത്തിൽ ഖുശൂ കിട്ടുന്നത്. ഇതിന്റെ എത്രയോ ഡബിൾ അള്ളാഹു തരും എന്നർത്ഥം. ഏതെങ്കിലും ഒരുത്തന്റെ എന്തെങ്കിലും കണ്ണടി മിസ്സടിയിൽ നമ്മൾ വീഴരുത്. അതിലൊന്നും നമ്മൾ വീഴാൻ പാടില്ല. ചെറിയൊരു ലാഭത്തിന് വേണ്ടിയിട്ട് ഒരാളെ പറ്റിച്ച് ഒരു 50 രൂപ ലാഭം കിട്ടുമായിരിക്കും. ജസ്റ്റ് ഒരു കള പറഞ്ഞ ഒരു 100 രൂപ ലാഭം കിട്ടുമായിരിക്കും. അത് നമ്മൾ വേണ്ട, ഈ 100 എനിക്ക് അർഹമായതല്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു കൊടുത്തു. എത്ര ബർക്കത്ത് അതിന്റെ ശേഷം അള്ളാഹു തരും. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നീതിയോടെയുള്ള ജീവിതവും സത്യസന്ധമായ കച്ചവടവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇബ്ലീസിന്റെ ശത്രുവായിട്ട് തന്നെ നമുക്ക് ജീവിക്കാൻ പറ്റും. അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരുമാറാവട്ടെ.